ഹലോ ഗൈസ്, നമ്മളിന്ന് സോയിൽ ക്ലേ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വന്നിട്ട് ഉള്ളിലുള്ള മണ്ണാണ് എടുക്കേണ്ടത്. പിന്നെ ഞാൻ ഫസ്റ്റ് ഒരു ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നിന്നായിരുന്നു ആ ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് മണ്ണൊക്കെ കുഴിച്ചെടുക്കാൻ വേണ്ടി പോണത്. പിന്നെ ഒരു ബൗളിൽ ഇതുപോലെ അങ്ങോട്ട് മണ്ണൊക്കെ അങ്ങോട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതുപോലത്തെ ഒരു പെട്ടി എടുക്കുക, അതായത് ഒരു ബോക്സ് എടുക്കുക. ഇങ്ങിട്ട് തുണി എടുക്കണം, അതായത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തുണി എടുക്കണം. എന്നിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച്, അതായത് മണ്ണ് അതിലേക്ക് ഇട്ട് വെള്ളം അതിൻ്റെ മണ്ടയ്ക്കൂടെ ഒഴിക്കണം. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അതിങ്ങനെ ഒഴിച്ചാവുന്ന സമയത്ത് അടിയിൽ വെള്ളവും അതിൻ്റെ ഏറ്റവും താഴേക്ക് ക്ലേയും വന്നിട്ടുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ രണ്ടാം പ്രാവശ്യമൊക്കെ ആ ഒരു സാധനം അഴിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടൈറ്റായിട്ടുണ്ടായിരുന്നു ആ സാധനം. പിന്നെ എനിക്ക് ഇത്ര വെള്ളമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഞാൻ വീണ്ടും ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതായത് കുറച്ചുകൂടെ ക്ലേ വേണമെന്നുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ബൗളിൽ മണ്ണ് എടുത്തിട്ട് വീണ്ടും ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിട്ട് ഒരു കപ്പായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഐസ്ക്രീം അതിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൈയൊക്കെ കഴുകി പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ ക്ലേ. ഇത്രയേ ഉള്ളൂ ഗൈസ് ക്ലേ. ഇത്ര വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇത്രയേ ഉള്ളൂ ഗൈസ് ക്ലേ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നന്നായിട്ട് നല്ല ക്ലിയർ പോലെ ആകും. പക്ഷേ ഞാൻ വന്നിട്ട് 10 മണിക്ക് വെച്ചിട്ട് 5 മണിക്കാണ് വന്ന് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ക്ലേൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വെള്ളം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് കളയാം. ഇത്ര വെള്ളം, അതായത് ഇത്ര ഇത് ഒഴിച്ചു കളഞ്ഞാൽ മതി. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒന്നും ക്ലേ കിട്ടാണ്ടാവും. അതുകൊണ്ട് കുറേ വെള്ളം വേണം. ഇതാണ് നമ്മുടെ ക്ലേ. ഇങ്ങിട്ട് ഇതൊക്കെ ഞാൻ കുറേ മിക്സ് ചെയ്തു. ഇതാണ് നമ്മുടെ ക്ലേ. ഇതുണ്ടോ ഞാൻ ക്ലേ ഉള്ളത്. ഇനി അടുത്തൊരു ബക്കറ്റ് വേണം. ബക്കറ്റിൻ്റെ കൂടെ ക്ലേ ഇടാനൊന്നുമല്ല, ബക്കറ്റ് അതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ തുണി. ഇത് വന്നിട്ട് ഞാൻ മുമ്പ് ക്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒഴിച്ചൊരു ക്ലേ ആണ് അപ്പോൾ ഇത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് പിന്നെ ഒരു തുണി വേണം. ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ചുറ്റുമായിട്ടൊന്ന് കെട്ടി കൊടുക്കണം. കാരണം അത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കുക. അതുപോലെ അങ്ങോട്ട് കെട്ടിക്കൊടുത്താൽ മതി. പിന്നെ അടുത്തായിട്ട് ഈ സാധനം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ക്ലേ ഒഴിച്ചു കൊടുക്കണം. അതായത് ഈ ഒരു സംഭവമില്ലേ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ അത് ഒഴിച്ചു കൊടുത്തപ്പോൾ എവിടെ ക്ലേ നോക്കിയിട്ട് തപ്പുമായിരുന്നു. ബട്ട് അതിൽ ക്ലേ ഉണ്ട് ഗൈസ്. ആ വെള്ളം തന്നെയാണ് ക്ലേ. അത് ഡ്രൈ ആയി കഴിഞ്ഞ സമയത്ത് ക്ലേ ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു കിഴി കിട്ടണ പോലെ ഒന്ന് വെട്ടി വെക്കണം ഗൈസ്. ഇങ്ങിട്ട് ഇത് എവിടെയെങ്കിലൊക്കെ ഒന്ന് തൂക്കി വയ്ക്കുക. അതായത് ഇതുപോലെയാണ് ഞാൻ വീണ്ടും ഒരു തുണി വെച്ചിട്ട് തന്നെയാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കെട്ടി കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും തൂക്കി വെക്കണം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മരത്തിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ അല്ലെങ്കിൽ സ്ഥലത്ത് ഇതുപോലെ നല്ല പൊക്കിയിട്ട് കെട്ടിക്കൊടുക്കണം. ആ വെള്ളമൊക്കെ താഴെ ഒറ്റിയിട്ട് ക്ലേ ആ ഒരു തുണിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങിട്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ ഞാൻ അടുത്ത ദിവസം പെട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലേ ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സൈഡ് എടുത്ത് ഇപ്പോഴത്തെ സൈഡൊക്കെ ആയിരുന്നു കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ ഗേസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ അഴിച്ചിട്ട് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം. പിന്നെ കൂടുതൽ നേരമൊന്നും വെക്കരുത്. അതായത് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ വെച്ചാൽ മതി. ഞാൻ കുറേ മണിക്കൂർ വെച്ചതുകൊണ്ട് എൻ്റെ സാധനം നല്ല ഡ്രൈ ആയിരുന്നു. അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇതുപോലെ അങ്ങോട്ട് പരത്തി വെച്ച് കൊടുക്കണം. പിന്നെ ഇത്ര പരത്തി വെച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ അത് ഞാൻ ഇതുപോലെയൊക്കെ ആയിരുന്നു പരത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തായിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അത് നല്ല വൃത്തിക്ക് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല കട്ടി ഉണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടി ഉണ്ടായിരുന്നു. പേസ്റ്റ് ഉണ്ടോ, ഇതുപോലെ നല്ല കട്ടി ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ മുമ്പ് ക്ലേ ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ, ഇത്ര ക്ലേ ആയിരുന്നു ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പാക്കി എടുക്കണം. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളാണ് ഗൈസ് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന DIY പ്രോജക്റ്റ്സൊക്കെ ഞാൻ അടുത്ത ഷോർട്ട് വീഡിയോ ആയിട്ടിടാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രസമാണ്. പിന്നെ കുറേ കവർ കെട്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഒരു 3-4 കവർ കെട്ടിയിട്ട് കാറ്റൊന്നും ഉള്ളിൽ പോവാത്ത വിധം കവർ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ 2-3 കവറൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.